പട്ടിക ക്രമക്കേട് ആരോപണമുയർത്തിയതിന് പിന്നാലെ പ്രത്യക്ഷ സമരവുമായി രാഹുൽ ഗാന്ധി. ബംഗളൂരുവിൽ 1 ലക്ഷം പേരെ അണിനിരത്തി ഇന്ന് പ്രതിഷേധ റാലി. രാഹുലിന് പിന്തുണയുമായി ഇന്ത്യ സഖ്യയോഗം ഇന്ന്. പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. US ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇന്ന്. പ്രത്യാഘാതങ്ങളും തുടർ നടപടികളും ചർച്ചയാകും. തീരുവ തർക്കത്തിൽ തീരുമാനമാകും വരെ ഇന്ത്യയുമായി ചർച്ചകൾക്കില്ലെന്ന് ട്രംപ്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ മുതൽ മഴ കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വന്യജീവികൾക്കും പ്രദേശവാസികൾക്കും ഭീഷണിയായി മലയാറ്റൂരിലെ മാലിന്യ സംസ്കരണ യൂണിറ്റ്. മൃഗങ്ങൾ ചാകുന്നത് പതിവാകുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകി വനം വകുപ്പ്. ഒക്ടോബറിൽ അർജന്റീന ടീം അമേരിക്കയിലേക്ക്. ഷിക്കാഗോയിൽ 2 മത്സരങ്ങൾ. ചൈന പര്യടനം ഉപേക്ഷിച്ചതായി അർജന്റീനിയൻ മാധ്യമം. ബലൻഡിയോർ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കാതെ സൂപ്പർ താരങ്ങളായ മെസ്സിയും റൊണാൾഡോയും.